ഇനി വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അസാധ്യ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും കഴിക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടി കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ഞാനിവിടെ 2-2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ ഒരു മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് 1-1.5 മിനിറ്റ് അത്രയും മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചിക്കനിലോട്ട് ചേർക്കാം. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ മസാല മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫുള്ളായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് 1 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് മാറ്റി വെക്കുക. നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ മസാല ചേർക്കുമ്പോൾ തന്നെ ചേർത്താൽ മതി. അപ്പോൾ 2 വട്ടം മിക്സ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നന്നായിട്ട് ഇത് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്ക് ബാക്കി പണി ചെയ്യാം. അപ്പോൾ ഞാൻ അതേ പാനിൽ തന്നെ 1.5 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എണ്ണ ഇത്രയും വേണമെങ്കിൽ കുറച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വലിയ ജീരകവും 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ചേർക്കുന്നുണ്ട്. തേങ്ങ കൊത്താണ് കേട്ടോ ഏറ്റവും നല്ലത്. അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ മാത്രം തേങ്ങ ചിരകിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് ആ തേങ്ങയുടെ പച്ചമണം മാറണം. കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി നന്നായിട്ട് നമുക്ക് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു 2-2.5 എടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. സവാള നല്ലപോലെ വഴണ്ടിട്ട് ഒട്ടും തന്നെ കാണാത്ത പരുവത്തിലായിട്ടുണ്ടാവണം. അപ്പോഴാണ് കറിക്ക് നല്ല രുചി ഉണ്ടാവുക. അപ്പോൾ അതേ സവാള ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഒട്ടും തന്നെ കടിക്കുന്ന പരുവൊന്നുമില്ല. ഈ സമയത്ത് ഇതിലേക്ക് നല്ല പഴുത്ത ഒരു വലിയ തക്കാളി ചേർത്തിട്ടുണ്ട്. തക്കാളി ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിക്കൻ്റെ കൂടെ വെന്തോളും. അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ മസാലയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ചാറ് പോലെയാണ് വേണ്ടെങ്കിൽ വെള്ളം വേണമെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ചാറ് പോലെയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 15 മിനിറ്റും ഇതേപോലെ അടച്ച് വെക്കരുത്, ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ നന്നായിട്ട് വെന്തൊക്കെ കിട്ടും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള പാനായതുകൊണ്ട് അങ്ങനെ അടുക്കി പിടിക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇതിനൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ വേണേൽ എടുക്കാം, പക്ഷേ ഇത് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് ഈ ഒരു പരുവത്തിൽ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഏറ്റവും അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് kannur കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.